അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ രണ്ടിലും ഞാൻ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു ഗൈസ്. ഇനി അധികം ഒഴിച്ച് ഇത് കേടാവും. ബാക്കിയില്ല വെള്ളം നമുക്ക് റോസാ ചെടിക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടി ഉണ്ട്. നമുക്ക് ഞാൻ നട്ട ബട്ടർഫ്ലൈ ചെടിക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ 2 വട്ടം വെള്ളം ഒഴിച്ചാണ്. വെറുതെ വളരില്ലല്ലോ ഗൈസ്, വെള്ളം ഒഴിക്കണ്ടല്ലേ. അപ്പോൾ കിറ്റിയുടെ കൊടി കളിക്കിയത് ഗൈസ് എൻ്റെ വയ്യെ കാല് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെടിയൊക്കെ നട്ടിട്ട് വലുതാകുമ്പോൾ കാണും നല്ല സന്തോഷമുണ്ട് ഗൈസ്. ഇത് ഞാൻ പണ്ട് നട്ട ചെടിയാണ്. അങ്ങ് അവിടെയും കുറേ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാണിത്. നല്ല ക്യൂട്ടാണ് ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ ഇത്. പിന്നെ ഞാനിപ്പോൾ 2 ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടേ. ആ ചെടീൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നല്ല രസമുണ്ട് ഈ ചെടി കാണാൻ, നല്ല രസമുണ്ടല്ലേ ഗൈസ്. ഈ ചെടി നല്ല കാണാനും നല്ല കൊള്ള നല്ല റോസ് കളറാണ്, പിങ്ക് കളറിൽ നല്ല രസമുണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ചെടിയും അടിപൊളി തന്നെ. പക്ഷെ കുറച്ച് വലുതായിട്ട് മോശമായി പോയോ എന്നൊരു സംശയം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നമ്മളുടെ കള്ളാസ് ചെടി എന്നെല്ലാം പറയും. ഞാൻ നേരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ചെടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എനിക്ക് പർപ്പിളും ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ അലവേറൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഗൈസ് ഇവിടെ. ജൂലി ഉറങ്ങുന്നുണ്ട് ഗൈസ്. ഒരേ ഇറക്കമാണ് നമ്മളുടെ ജൂലിക്കുട്ടൻ. കം ഹിയർ. അപ്പം നമുക്ക് ഞാനൊരു വേറെ സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ പച്ചക്കറിയായിട്ട് നട്ടിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം. ഈ പയറ് ഞാൻ എൻ്റെ പച്ചക്കറിയായിട്ട് നട്ടൊരു സംഭവമാണ്. വളർന്നു ഗൈസ്. ഞാൻ പണ്ടല്ല കുറച്ച് ദിവസം നമ്മളുടെ ഈ ചെടി നടുന്ന മുന്നേ നട്ടയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് നട്ടല്ല, എന്നെ അച്ഛനെ സഹായിച്ചിരുന്നു ഗൈസ്. കിറ്റീസ് എന്തോ സാധനം കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തോ സാധനം. കാലിക്ക് വെള്ളമായതുകൊണ്ട് ഞാൻ ചെരുപ്പ് മാറ്റിയിട്ടു. ആ ചെരുപ്പിനും വെള്ളമായിരുന്നു. ഞാൻ ചെരുപ്പ് മാറ്റിയിട്ടാണ് ഗൈസ്. എൻ്റെ ബോക്സ് കളക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അന്നേരം കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു എൻ്റെ ബോക്സ് കളക്ഷൻ ഒന്ന് കാണിച്ച് തരുമോ എന്ന്. അധികമൊന്നുമില്ല, ഒരു 8-11 ഇല്ലു. കുറേ വൃത്തിയാക്കുമ്പോഴൊക്കെ കാണാണ്ടായിരുന്നു. പിന്നെ അത് കിട്ടിയില്ല. ഞാൻ കുറേ തപ്പി. ഇത് എവിടെയോ ഉണ്ട് ഇപ്പം. അപ്പം ഞാൻ എൻ്റെ ബോക്സ് കളക്ഷനിലേക്ക് പോവാം. എനിക്ക് ബോക്സ് കളക്ഷൻ മാത്രമല്ല കോയിൻ കളക്ഷനും ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ബോക്സ് കളക്ഷനിലേക്ക് പോകാം. ഇതാണ് ഗൈസ് എൻ്റെ ബോക്സ് കളക്ഷൻ. ഇതിൻ്റെ അടിയിലൊന്നുണ്ട്, ഇതിൻ്റെ അടിയിൽ ഒന്നുണ്ട്. എടുത്താൽ എല്ലാം ഒരു ചറപറയായിട്ട് വീഴും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. കണ്ടോ? 2 ഞാൻ എൻ്റെ സ്കൂളിൽ പോകുമ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. ഞാൻ ലൈറ്റ് ഓഫ് ആക്കട്ടെ. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ജനലും പൂട്ടി വെക്കാം.
കർട്ടൻ ഒന്ന് പൂട്ടിക്കൊടുക്കാം നമുക്ക്. ഇത് നല്ല രസമാണ് ഗൈസ്, ഈ കർട്ടൻ പൂട്ടാൻ. നമ്മളുടെ കിണറ്റിൽ വെള്ളം കോരില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടും. ഇതൊക്കെ ഉണ്ടോ. പിന്നെ ആകെയുള്ളൊരു ലൈറ്റ് ഇതാണ്, അത് ഇവിടെ കടന്നോട്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് ഉണ്ട്, അത് ഇവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ വെളിച്ചം ഫുള്ളും പോകും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാവക്കുട്ടിയാണ്. പണ്ട് ഞാൻ വാങ്ങിയതാണ്, ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതുപോലെ ഞാൻ പണ്ട് വാങ്ങിയ കുറേ സാധനം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 1ാം ക്ലാസ്സിനായിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. 1ാം ക്ലാസ്സിനായിരിക്കും, 2ാം ക്ലാസ്സിനായിട്ട് വാങ്ങിയതായിരിക്കും. ഇതിലൊരു ഈ സംഭവം ഉണ്ട്, ഈ ഇത്. പിന്നെ ഈ ഒരു കേക്ക്, അതേപോലെ വൈറ്റും ഉണ്ട് അതിൻ്റെ തന്നെ കളർ കോമ്പിനേഷനായിട്ട്. പിന്നെ ഈ ഒരു ക്യൂട്ട് കുക്കീസ്. ഇത് അതേപോലെ നമ്മൾ ഫോണിലൊക്കെ കാണില്ല, ഐസ്ക്രീമിൽ ചോക്ലേറ്റൊക്കെ ബിസ്ക്കറ്റിൽ ഐസ്ക്രീം നിറച്ചിട്ട് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അങ്ങനത്തെ. ഇതെനിക്കൊരു കത്തി ഉണ്ടായിരുന്നു, ഇല്ല എനിക്ക് ഓർമ്മയില്ല ഗൈസ്, ഞാൻ കളിക്കലൊന്നുമില്ല ഇതിൻ്റെ ഒപ്പരം. ഈ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഇതിനെക്കൊണ്ട് ഞാനൊന്ന് കഴിച്ച് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ 3 കളക്ഷനായിട്ട് ഉണ്ടാകുക. 1 2 3. നമുക്കപ്പോൾ ഇത് ഐസ്ക്രീമാണ്. ഇത് ഐസ്ക്രീം നമുക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക്. ഐസ്ക്രീം അല്ല, ഒരു ക്രീമാണിത്. അയ്യോ ഗൈസ്, വെച്ചത് മാറിപ്പോയി ഗൈസ്. അപ്പോൾ നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം ഇതിൽ. അപ്പോൾ നമുക്ക് ക്രീമൊക്കെ തേച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇത് വെക്കാം. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും ഗൈസ്. നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കൊരു കുക്കി ആയല്ലോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് കാണാൻ. ഏറ്റവും ക്യൂട്ടായ സംഭവമാണ് ഇത് ഗൈസ്. നല്ല ക്യൂട്ട്ലി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കീസ് ആയിട്ടുണ്ട്. അത് ഇപ്പുറത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾക്ക് ഇതും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ചോക്ലേറ്റ് സിറപ്പാണ് ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്, വരുന്നില്ല, കഴിഞ്ഞൊന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഫുൾ ഒഴിച്ചപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബിസ്ക്കറ്റ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാം. ഞാൻ മുഴുവനും കാണിച്ചു തരാം ഇതിലത്തെ. ഇതാണ് എൻ്റെ ക്യൂട്ട് കളിക്കുന്ന സംഭവങ്ങൾ. എനിക്കിതിൽ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എനിക്കിതിന് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ് ഇതിനെ കാണാൻ. ഞാൻ ഇതിനെക്കൊണ്ട് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ തോന്നും ഗൈസ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. നല്ല ചുഞ്ചിരി വാങ്ങ പോലെ, ചുഞ്ചിരി വാങ്ങ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിങ്ങനെ ഡെയിലി ഇങ്ങനെയൊക്കെ ഈ കിച്ചൺ സെറ്റ്, ഇതിനെന്താ പേര് പറയാ, ഇങ്ങനത്തെ ഒരു പാചകം ചെയ്യുന്ന കിച്ചൺ സെറ്റ് പോലെയൊന്നും ഞാൻ കളിക്കില്ല. ഇങ്ങനെയൊക്കെ ഇങ്ങനെ അയിലവരെ നടക്കും, പിന്നെ ചെടി കളിക്കും. അതൊക്കെയാണ് എൻ്റെ ഡെയിലി ഹോബ്. അപ്പം നമുക്കിത് അടുത്ത് വെച്ചിട്ട് വരാം.
അപ്പോൾ ഇത് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു കൊണ്ടേക്കാം. അപ്പോൾ ഞാനത് എടുത്തു വെച്ചു. ഇപ്പോൾ ഇത്രയില്ല ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്ക്, എനിക്കൊരു സന്തോഷമാകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. ടാറ്റ ബൈ ബൈ. പിന്നെ ഒരു കാര്യം മറന്നു, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ.